സ്മാർട്ട് കീ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കീ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായാൽ മതി, കയ്യിലെടുത്ത് പിടിക്കണം എന്നില്ല. നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ടുള്ള ബട്ടണാണ് ഈ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു പ്രസ്സിലാണെങ്കിൽ ഒരു ഫ്രണ്ടിലെ ഡ്രൈവ് സൈഡ് ഡോർ മാത്രം അൺലോക്ക് ആവും. ഒന്നുകൂടി ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഡോർ അൺലോക്ക് ആവും. നമുക്ക് തുറന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറാവുന്നതാണ്. അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് നോർമലി മാരുതിയുടെ കൺട്രോൾസ് തന്നെ എല്ലാം നമുക്കതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് പ്രീമിയം ടച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ലെതറിൻ്റെ ഇൻസേർട്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് കൈ ചെയ്യുമ്പോൾ ഒരു കംഫർട്ടിനുള്ള രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ലിവർ മുകളിലോട്ട് പിടിച്ച് പൊക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മാക്സിമം ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം വേറെ ആൾ കയറി ഒന്ന് ഓടിക്കുന്ന സമയത്ത് നമുക്ക് താത്തി വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടി താഴോട്ട് കാണിച്ചാൽ മതി. താഴ്ന്നുണ്ട് ഈ ലിവറിൽ തന്നെയാണ് രണ്ട് അപ്പും ഡൗണും വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിന് നമുക്ക് ബോത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. സ്റ്റിയറിംഗ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ പുഷ്പത്തെ സ്റ്റാർട്ടാണ് നമുക്ക് എല്ലാ മോഡൽസിനും അത് തന്നെയാണ് വരുന്നത്. അത് ജസ്റ്റ് ഒരു പ്രസ്സിലാണെങ്കിൽ ഈ അകത്തുണ്ടായാൽ മതി. ഈ അകത്ത് തന്നെ വേണം. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പുറത്ത് നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് നിന്നാലും സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. ഈ അവിടെ അകത്ത് തന്നെ ഉണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ പ്രസ്സിൽ വണ്ടിയുടെ ഇഗ്നിഷൻ, അതായത് മ്യൂസിക് സിസ്റ്റം മാത്രമായിട്ട് ഓണായി വരും. രണ്ടാമത് ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആവും. നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിനകത്തെ കൺട്രോൾസിൽ വരുന്നത് ക്രൂയിസ് കൺട്രോളും അതുപോലെ നമുക്ക് മീഡിയയുടെ കൺട്രോൾസുമാണ് സ്റ്റിയറിങ്ങിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രൂയിസ് കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 40 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് നമ്മൾ ക്രൂയിസിൻ്റെ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ ഓൺ ആവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏത് സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ 40+ ഏത് സ്പീഡിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ആ സ്പീഡിൽ തന്നെ വണ്ടി കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ കട്ട് ചെയ്യാനായിട്ട് നമുക്കൊന്നും ബ്രേക്കോ അല്ലെങ്കിൽ ആക്സിലേറ്ററോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പറഞ്ഞിരുന്നെല്ലാം മനസ്സിലാവാൻ ഉണ്ടാവും, വിളിച്ചാൽ മതി പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ഈ ഡിസ്പ്ലേയുടെ ടോഗിൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺസ് വരുന്നത് നമുക്ക് മാരുതിയുടെ ഉള്ള പോലെ തന്നെ ഈ 2 ബട്ടൺസാണ് വരുന്നത്. ഇത് ഡിസ്പ്ലേയുടെ ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്യാനായിട്ട് ഇതിന് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവ്സുകളാണ് വരുന്നത്. അപ്പോൾ റീസെറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് റീസെറ്റ് ആയിക്കോളും. പിന്നെ നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ് എന്നുള്ള ഫീച്ചർ കൊണ്ട് വരുന്നുണ്ട്. ഓട്ടോ എന്നുള്ള പൊസിഷനിലേക്ക് ഇടുവാണെങ്കിൽ ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വണ്ടി രാത്രി കൊണ്ട് പാർക്ക് ചെയ്ത് നമുക്കിപ്പോൾ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ രാത്രി നമുക്കിപ്പോൾ ഏതെങ്കിലും ഇരുട്ടുള്ള പ്രദേശത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു ഓപ്ഷൻ കൂടിയിട്ടാണ്. ഒരു 15 സെക്കൻഡ് കൊണ്ട് ലൈറ്റ് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞു പറഞ്ഞ് നമുക്ക് വണ്ടിയിലേക്ക് എത്താൻ പറ്റും. അതിന് റൈറ്റ് സൈഡ് തന്നെയാണ് ഇൻഡിക്കേറ്റർ ആൻഡ് 5 ബീം ലോ ബീം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സാധാരണ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ വൈപ്പർ ഫാസ്റ്റ് കൺട്രോൾസ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് വാഹനേക്കാൾ അഡീഷണൽ ആയിട്ട് ഇതിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇങ്ങോട്ട് ഇട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് എന്നുള്ള രീതിയിലും, ഏറ്റവും ഇങ്ങോട്ട് ഇട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്ലോ എന്നുള്ള രീതിയിലും, ഏറ്റവും മുന്നോട്ട് ഇട്ടുണ്ടെങ്കിൽ സ്ലോ എന്നുള്ള രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെൻറ്ററിലുള്ള ഒരു ബട്ടണാണ് വരുന്നത്. നമുക്ക് ഗിയർ ബോക്സിനെ കൂടി പറയുകയാണെങ്കിൽ നമുക്ക് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ ബ്രേക്ക് വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമാണ് ഗിയർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് ഗിയർ മാറുള്ളൂ. പാർക്ക് പൊസിഷനിൽ ഇട്ടാലാണ് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആകത്തുള്ളൂ. അതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി പാർക്ക് പൊസിഷനിൽ മാത്രമാണ് വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. പാർക്ക് പൊസിഷനിൽ ഇട്ട് വണ്ടി ബ്രേക്ക് പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആയിക്കോളും. പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ഇങ്ങനെ 4 ഗിയർ പൊസിഷനുകളാണ് ന്യൂട്രൽ ഇട്ടില്ല. അത് നമുക്ക് വാഗനാറാണ് ന്യൂട്രൽ ഇട്ടിട്ട്. ഇതിനകത്ത് വരുമ്പോഴത്തേനും പാർക്ക് ഇട്ടാലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രലിൻ്റെ ആവശ്യമുണ്ട്. ന്യൂട്രലിൽ ശരിക്കും പറഞ്ഞാൽ റിവേഴ്സിൽ നിന്ന് ന്യൂട്രലിലേക്ക് വന്നിട്ട് ഡ്രൈവിലേക്ക് പോകും. ആ രീതിക്ക് വേണ്ടിയിട്ടാണ് വണ്ടി നമ്മൾ പാർക്കിലിട്ട് വേണ്ടേ നിർത്താനായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇഗ്നിഷൻ ഓണായി കിടക്കൂലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാറ്ററി തീരാൻ ചാൻസ് ഇല്ലേ? അപ്പൊ എപ്പോഴും നമ്മൾ വണ്ടി നിർത്തി കഴിയുമ്പോൾ പാർക്കിലേക്ക് ഇട്ടിട്ട് വേണം വണ്ടി നമ്മൾ ഓഫ് ആക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓടി വന്ന വണ്ടി ഓട്ടോ ലോക്ക് ആയിരിക്കൂലേ? ഡോറെല്ലാം പാർക്കിലിരിക്കുമ്പോൾ ഓട്ടോ അൺലോക്ക് ആവൂലേ? അത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് ചെയ്തിട്ട്, കാരണം അതെങ്ങനെ ഉണ്ടെങ്കിൽ മറക്കൂല. ഒന്ന് സെറ്റ് ചെയ്ത് അത് വേണം. പാർക്കിലേക്ക് ഇടുമ്പോൾ തന്നെ വണ്ടി അൺലോക്ക് ആയിക്കോട്ടെ. നമുക്ക് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിനെ തന്നെ സെറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ വണ്ടിയിൽ ക്രൂയിസ് ഇതുണ്ടോ, മറ്റേ പാഡിൽ ഷിഫ്റ്റ് ഉണ്ടോ? പാഡിൽ ഷിഫ്റ്റ് ഉണ്ട്, ഉണ്ടല്ലേ. അപ്പോൾ ഗിയർ ഇട്ട് നമ്മൾ ഡ്രൈവിലിട്ട് വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ പാർട്ട് ഷിഫ്റ്റിനകത്ത് തന്നെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗിയർ ഡൗൺ ചെയ്യും. ഇപ്പോൾ നമുക്ക് വളവിലൊക്കെ വരുമ്പോൾ നമ്മൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുമല്ലോ. അങ്ങനെ ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് പാർട്ട് ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവിലാണെങ്കിലും നമുക്ക് പാർട്ട് ഷിഫ്റ്റ് യൂസ് ചെയ്ത് ഡൗൺ ചെയ്യാൻ പറ്റും.
പിന്നെ പ്രോപ്പറായിട്ടുള്ള മാനുവൽ കൺട്രോൾസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്നും പറയും മോഡ് കൂടി വരുന്നുണ്ട്. എം മോഡിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ മാനുവൽ ഗിയർ ബോക്സിലേക്ക് വരും. ഗിയർ ഡൗൺ ആവുന്നത് തന്നെ ഡൗൺ ആയിക്കോളും. ഗിയർ പിന്നെ നമ്മൾ അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് യൂസ് ചെയ്യാൻ മാത്രമാണ്. പപ്പ ഓടിക്കുകയാണെങ്കിൽ അപ്പയ്ക്ക് ഡ്രൈവായി പറ്റുള്ളൂ. മാത്രം മതി. ഇൻ കേസ് നമുക്കിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം, വണ്ടി പെട്ടെന്ന് ഇരക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഗിയറിൻ്റെ പൊസിഷനിലേക്ക് നോക്കിയാൽ മതി. മിക്കവാറും മാനുവലിലേക്കും കിടക്കാൻ ഒറ്റയടിക്ക് വലിക്കുമ്പോൾ നേരെ മാനുവലിലേക്ക് ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഇരപ്പ് വരുന്നത്. റോഡിലേക്ക് മാറ്റി ഇട്ടുണ്ടെങ്കിൽ ഗിയർ മാറി മാറി പൊക്കോളും.